ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ലിസിയുടെ ബിസിനസ് സ്കൂളിലെ ലിസി നമുക്ക് തരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഡെഡ് ഹാങ് ആണ്. നമുക്ക് എത്ര സമയം ഡെഡ് ഹാങ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ 5 പേരും കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ ഡെഡ് ഹാങ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരെയും വിളിക്കാം. നമുക്ക് ഇന്നിപ്പം അനിമോനുണ്ട്. അനിമോൻ ഡെഡ് ഹാങ് ചെയ്യുന്നു. നമ്മുടെ മോട്ടൂസ് ഡെഡ് ഹാങ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മുടെ പ്രാണ വെൽനസ് അക്കാഡമിയുടെ യൂണിഫോമിലാണ് വരുന്നത്. ലിസിയാണ് നമ്മുടെ ഈ ടാസ്ക് നിയന്ത്രിക്കുന്നത്. എത്തി ലിസിയും എത്തിക്കഴിഞ്ഞു. എല്ലാവരും ഹായ് പറഞ്ഞാണ്. ഹായ്. ഇന്നത്തെ നമ്മുടെ ടാസ്ക് ഡെഡ് ഹാങ്. ഓക്കെ, എത്ര സമയം നമ്മൾ തൂങ്ങി കിടക്കും എന്നുള്ളതാണ്. ഹാങ് ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് പരിശോധിക്കാൻ പോണത്. നോക്കാം. ഇനി നമുക്ക് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൂത്ത ആളാണ് അഫയ്. നമുക്ക് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്യാമറയുടെ മുമ്പിലേക്ക് വരും. ശരി, നമുക്ക് ഡെഡ് ഹാങ് പൊസിഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ അഫയും എത്തിയിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, നമ്മുടെ ഡെഡ് ഹാങ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് വാമപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വാമപ്പ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാമപ്പ് സെഷനിലോട്ട് പോവാണ്. ഇപ്പോൾ അവർ വാമപ്പിന് റെഡിയായി. ഓക്കെ, വാമപ്പ് നമ്മുടെ ജോയിൻസുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാനും ഒന്ന് അനക്കിയെടുക്കാനും നമ്മുടെ ടോട്ടൽ ബ്രീത്തിങ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത്. ഇടുപ്പിലോട്ട് കൈ കൊടുക്കുക രണ്ടുപേരും.
അങ്ങനെ നമ്മുടെ വാമപ്പ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഡെഡ് ഹാങ്ങിലേക്ക് പോവാണ്. നമുക്ക് ഡെഡ് ഹാങ്ങിൽ സ്റ്റാർട്ടിങ് നമ്മുടെ മോട്ടോസാണ്. മോട്ടോസായിരിക്കും ഡെഡ് ഹാങ്ങിൽ ചെയ്യാൻ പോകണം ആദ്യം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ എത്ര സമയമാണ് ഹാങ് ചെയ്ത് നിൽക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മോട്ടോസ് കറക്റ്റായിട്ട് കയറി നിന്ന് എത്ര സമയം എന്നുള്ളതെല്ലാം നമ്മൾ ടൈമറിൽ വെച്ചിട്ട് നോക്കും. ഓക്കെ, ശരി. മോട്ടോസ് എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഡെഡ് ഹാങ് ചെയ്യുന്നത് മോട്ടോസാണ്. മോട്ടോസിന് പൊക്കം സാധനം കുറവായതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തി കൊടുത്ത് കറക്റ്റ് ഹാങ് ചെയ്ത് നിൽക്കാനായിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് പൊസിഷനിൽ കൈ പിടിച്ച് അടുത്തല്ല അത് പിടിച്ച് അത്രയും പോകണ്ട. കുറച്ചും കൂടെ ഈ കൈ പിടിച്ചാ തൂങ്ങി. ഓക്കെ, റെഡി. ഡെഡ് ഹാങ് ആദ്യം ചെയ്യുന്നത് മോട്ടോസാണ്. മോട്ടോസിന് ശകലം പൊക്കം കുറവായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉയർത്തി മോട്ടോസിനെ കറക്റ്റ് ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷൻ കറക്റ്റ് ആക്കി കൊടുക്കും. കറക്റ്റ് പിടിക്കണം. പിടിച്ചാ നല്ലോണം ബലത്തിൽ പിടിച്ചിട്ട് കറക്റ്റ് സ്ട്രോങ് ആയിട്ട് പിടിച്ചാ. ശരി, വിടാൻ പോകണേ. അപ്പോൾ നമ്മുടെ മോട്ടോസ് ഡെഡ് ഹാങ് ചെയ്ത സമയം നമ്മൾ പിന്നീട് അറിയിക്കാം. അടുത്തത് നമ്മുടെ അനിയൻകുട്ടനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അനിയൻകുട്ടനെ നമുക്ക് ഡെഡ് ഹാങ് പൊസിഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. പിടിക്കാൻ പറ്റില്ല ഇവിടെ പൊക്കണോ, ഉയർത്തണം. കറക്റ്റ് കുറച്ചും കൂടെ കയറ്റി കൈ പിടിക്കണം. എന്നാൽ ഞാൻ ഉയർത്തി തരാം. ശകലം കറക്റ്റ് പിടിക്കും. കറക്റ്റ് പിടിച്ചാൽ ഓക്കെ. അതൊന്നും കുഴപ്പമില്ല. കറക്റ്റ് പിടിച്ചാൽ ഓക്കെ. അപ്പം പൊസിഷൻ കറക്റ്റാക്കി. ഓക്കെ, ഓക്കെ. അപ്പം നമ്മുടെ അനിയൻകുട്ടനും ഡെഡ് ഹാങ് ചെയ്തു. എത്ര സമയം എന്നുള്ളത് നമ്മൾ പിന്നീട് ഇതിനകത്ത് തന്നെ അറിയിക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ക്യാമറാമാനായിട്ടുള്ള നമ്മുടെ മൂത്ത മകൻ അഫൈ ഡെഡ് ഹാങ് ചെയ്യണം. എത്ര സെക്കൻഡ് എത്ര മിനിറ്റ് നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. നമ്മുടെ അടുത്തത് ഈ ലിസിയുടെ വിൽനസ് സ്കൂളിന്റെ ലിസി. നമ്മളെയൊക്കെ ഈ ടാസ്കിലൊക്കെ നമ്മളെ ടാസ്കൊക്കെ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ആള് എത്ര സമയം ഹാങ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. ഒന്ന് ആടാൻ നോക്കാം.
ചേട്ടൻ. അടുത്ത ഞാനാണ്. ഞാനിനി അവരെക്കാട്ടിയും കൂടുതൽ ചെയ്തില്ലെങ്കിൽ നാണക്കേടാവും. ദൈവമേ കാത്തു രക്ഷിക്കണമേ. അങ്ങനെ നമ്മുടെ ഡെഡ് ഹാങ് കംപ്ലീറ്റ് ചെയ്തു. ആര് ജയിച്ചു എന്നുള്ളത് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കും. ആരായിരിക്കും ജയിച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞാണ്. ആരായിരിക്കും? ഞാനായിരിക്കും. അങ്ങനെ നമ്മുടെ ആദ്യം തുടങ്ങിയ മോട്ടോഴ്സ് 9 സെക്കൻഡാണ് ഹാങ് ചെയ്ത് നിന്നത്. 9 സെക്കൻഡ്. കൺഗ്രാജുലേഷൻ. അടുത്ത നമ്മുടെ അനിയൻകുട്ടൻ. ചേട്ടനായതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ കുറച്ച് സമയം കൂടെ എന്ത് ചെയ്തു, ഹാങ് ചെയ്ത് നിന്നു. 24 സെക്കൻഡ്. 24 സെക്കൻഡ് നമ്മുടെ അനിയൻകുട്ടൻ ഡെഡ് ഹാങ് ചെയ്ത് നിന്നു. ഇനി അടുത്തത് നമ്മുടെ ലിസിയാണ്. ലിസിക്ക് മുമ്പ് നമ്മുടെ ക്യാമറയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൂത്ത മകൻ അഭയ് എത്ര സമയം ഡെഡ് ഹാങ് ചെയ്തെന്ന് അറിയാമോ? എത്രയാണ്? 54 സെക്കൻഡ്. വണ്ടർഫുൾ. നല്ല കാര്യം. അതിൽ കൂടെ നിൽക്കാൻ പറ്റും. കറക്റ്റ് പൊസിഷൻ. നമുക്ക് ഇതിനകത്ത് ഇത് കമ്പിയാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്, ഒരു കമ്പി. അപ്പോൾ അതിനകത്ത് ഒരു ഗ്രിപ്പ് കുറവുണ്ട്. അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്രിപ്പിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ള ഒരു കറക്റ്റ് ഡെഡ് ഹാങ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ നിൽക്കാൻ പറ്റും, ആയാസം പറ്റില്ല. കാരണം ഇതിൻ്റെ വീതി കൂടുതലാണ്, അതിൻ്റെ ഒരു കനം കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കൈയുടെ ഗ്രിപ്പ് കുറയ്ക്കും. അതുപോലെ കൈ ചെറുതായിട്ടൊന്ന് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 54 സെക്കൻഡ് സമയം നമ്മുടെ അഭയ് ഡെഡ് ഹാങ് ചെയ്തത്. അതേ കണക്ക് തന്നെയാണ് നമ്മുടെ ലിസി, നമ്മുടെ വെൽനസ് സ്കൂളിൻ്റെ ഉടമസ്ഥ ലിസി. 54 സെക്കൻഡ് തന്നെയാണ് നിന്നിട്ടുള്ളത്, ഡെഡ് ഹാങ് ചെയ്തത്. ഇനി ലാസ്റ്റ് ആരായിരിക്കും വിജയിച്ചത്? ഒരു പിടിയെങ്കിലും മുമ്പ് ചെയ്യുന്നതിനെ നാണക്കേടാണ്. അതുകൊണ്ട് 1 മിനിറ്റും 26 സെക്കൻഡും ഡെഡ് ഹാങ് ചെയ്ത് പിന്നെ ഞാൻ തന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെഡ് ഹാങ് ചെയ്തത്. അപ്പോൾ നമുക്കിനി അടുത്തത് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ വാമപ്പ് സെഷൻസ് അല്ലാതെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർഡിയാക് വർക്കൗട്ട്, പിന്നെ സുംബ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ ഇടാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക്സ്. എല്ലാവരും ഷെയർ ചെയ്യാൻ പറയൂ. ഷെയർ ചെയ്യണേ, ഹെൽപ്പ് ചെയ്യണേ.